എല്ലാവർക്കും തൂവൽ തിരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു മിക്സ് വെജ് ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് നല്ല ഒരു കോമ്പിനേഷനാണ് ഇത്. കൂടുതലും നോർത്ത് ഇന്ത്യക്കാർ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രോസൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, 8-10 ബീൻസ് അരിഞ്ഞത്, ഇവ ഓരോന്നായി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. കോളിഫ്ലവർ കൂടി ചേർക്കാവുന്നതാണ്, ഞാൻ ചേർത്തിട്ടില്ല. ഇത് നമുക്ക് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ശേഷം ഞാനൊരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് മിക്സ് ചെയ്ത് 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, ചെറുതായി അരിഞ്ഞു വെച്ച ഒരു സവാളയും 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റണം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനിയും നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അത് നന്നായി മസാലയിലൊന്ന് മിക്സ് ചെയ്യണം. ശേഷം അതിലേക്ക് നമുക്ക് 2 തക്കാളി കഷ്ണങ്ങളാക്കിയത് കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനിയും ഒരു 3 മിനിറ്റത്തേക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടിക്ക് പറ്റാതെ സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കൊണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു 100 ഗ്രാം പനീർ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് ഗരം മസാലപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനിയും നമുക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ് വെജാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ. താങ്ക് യു.